പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ നിങ്ങൾ? ഇല്ല, സന്തോഷത്തിൽ ഭംഗമേർപ്പെട്ടിരിക്കുന്നു. മനസ്സിനകത്തൊരു ചാഞ്ചാട്ടമുണ്ട്. അതിനാൽ ദുഃഖത്തോടെ തളർന്നിരിക്കുകയാണ്, അല്ലേ? അതെന്തുകൊണ്ടാണെന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞ തീരുമാനം എനിക്ക് നിറവേറ്റാൻ സാധിച്ചില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാനായില്ല. ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞു, ബൈബിൾ വായിക്കാൻ സാധിച്ചില്ല. തുടർച്ചയായി ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനത് വിട്ടുകളയുന്നു. ദൈവത്തോടൊത്ത് നടക്കാൻ ഇഷ്ടമാണ്, പക്ഷേ യേശുവിനോടൊത്ത് സത്യസന്ധമായി നടക്കാതിരിക്കാൻ പല സമയത്തും ഞാൻ തളർന്നു പോകുന്നു എന്ന് വിഷാദിച്ചിരിക്കുകയാണോ നിങ്ങൾ? ഇന്ന് നിങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതകരമായ ഒരു വചനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 13-ാം വാക്യം, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് എനിക്കും ഇതുപോലെ അനേകം ചാഞ്ചാട്ടങ്ങൾ, ആത്മീക ജീവിതത്തിൽ സ്റ്റഡിയായി പോകാനാകാതെ, പ്രാർത്ഥനയിൽ ചാഞ്ചാട്ടം, വിശ്വാസത്തിൽ ചാഞ്ചാട്ടം, ദൈവത്തോട് ചെയ്ത ഉടമ്പടിയിൽ പിഴവ്. അപ്പോൾ മുതിർന്ന അനുഭവശാലിയായ ഒരു ശുശ്രൂഷകൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം പറഞ്ഞു, നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുന്നു എന്ന വാക്യം പറഞ്ഞു. ആ വചനം എന്നോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്റെ മകനെ, ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. നിന്നെ വിളിച്ചവനും നിനക്ക് വാക്ക് തന്നവനും നിനക്ക് പ്രവചനവരത്തെ വെളിപ്പെടുത്തിയവനുമാണ്. ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. ചില സമയത്ത് വിശ്വസ്തത തെറ്റിപ്പോയാലും തളർന്നു പോയാലും ഞാൻ വിശ്വസ്തതയില്ലാതെ നടക്കുകയില്ല. നീ വിശ്വസ്തതയില്ലാത്തവനായാലും ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. അതിനാൽ എന്റെ കൃപ നിന്നെ താങ്ങും. ഇതൊന്നും കണ്ട് തളർന്നു പോകരുത്. ആരംഭത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ടാകും. നീ എഴുന്നേൽക്ക്, ശക്തിയാർജിക്ക്, നിന്നെ ധൈര്യപ്പെടുത്ത് എന്നീ വചനത്തിലൂടെ എന്നെ ദൈവം ഉത്സാഹിപ്പിച്ചു. കാരണം ഞാൻ വിചാരിച്ചു, പ്രാർത്ഥിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടും പ്രാർത്ഥിക്കാനായില്ലല്ലോ. ദൈവസന്നിധിയിൽ ഞാൻ യഹോവയ്ക്കായി അതും ഇതുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. അത് ചെയ്യാനായില്ലല്ലോ. ഞാൻ വിശ്വസ്തതയില്ലാത്തവനായല്ലോ എന്ന് പറഞ്ഞ് വിഷാദിച്ചിരുന്നിട്ടുണ്ട്. അനേകം കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത പാലിക്കാതിരുന്നതുകൊണ്ട് മനസ്സ് തളർന്ന സമയങ്ങളും ഉണ്ട്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ വിശ്വസ്തതയില്ലാത്തവനാണെങ്കിലും ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. ഞാൻ നിനക്ക് വാക്ക് തന്നു, നിന്നെ വിട്ടു പോവുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല, അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്നിരിക്കുന്നല്ലോ. തന്ന വാക്ക് പാലിക്കുന്ന ദൈവമാകുന്നു ഞാൻ. അതിനാൽ ഞാൻ നിന്നെ വിട്ടകലുകയുമില്ല, കൈവിടുകയുമില്ല എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഏതോ ഒരു കാര്യത്തിൽ എനിക്കാവുന്നില്ലല്ലോ എന്ന് തളർന്നിരിക്കുകയാണോ? ഇതിൽ ഞാൻ വിശ്വസ്തനല്ലല്ലോ എന്ന് വിഷാദിച്ചിരിക്കുകയാണ്. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, തളർന്നു പോകരുത്. നീ ഇതിൽ വിശ്വസ്തനായിരിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷേ നിനക്കത് സാധിച്ചില്ല. പക്ഷേ ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. നിനക്ക് വാക്ക് തന്നത് പ്രകാരം നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. നിന്നെ വിട്ടകലുകയില്ല, നിന്നെ കൈവിടുകയില്ല, നിന്നെ നാണിക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഞാൻ വിശ്വസ്തതയുള്ള ദൈവമാണ് എന്ന് ദൈവം നിങ്ങളെ നോക്കി പറയുന്നു. എന്റെ ഇത്ര വർഷത്തെ ശുശ്രൂഷയുടെ പാതയിൽ ഞാൻ നിലച്ചു നിൽക്കുന്നതിന് ഒരേയൊരു കാരണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തതയുള്ളവനാണ്. ഞാൻ എത്രയോ കാര്യങ്ങളിൽ വിശ്വസ്തതയില്ലാത്തവനായാലും ദൈവം വിശ്വസ്തതയുള്ളവനായി എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയൂ, ദൈവമേ, ഞാൻ ബലഹീനതയുള്ളവനാണ്, ബലഹീനതയുള്ളവളാണ്. ചില കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തത കാണിക്കാതെ പോകുന്നു. പക്ഷെ അങ്ങ് വിശ്വസ്തതയുള്ള ദൈവമാണ്. എന്നെ നടത്തണമേ എന്ന് പറഞ്ഞു നോക്കൂ. ഭംഗിയായി നടത്തും. ദൈവമേ, ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ്, ബലഹീനതയുള്ളവരാണ്. ദൈവമേ, ചില സമയങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തത പുലർത്താതെ പോകുന്നു. പലതും ഞങ്ങളെ പരിഭ്രമിപ്പിക്കുന്നു, വിഷാദിപ്പിക്കുന്നു. അങ്ങ് വിശ്വസ്തതയുള്ള ദൈവമാകുന്നു. ഞങ്ങൾ വിശ്വസ്തതയില്ലാത്തവരായിരുന്നാലും അങ്ങ് വിശ്വസ്തതയുള്ളവനായി ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ ശക്തിയുള്ളവരാക്കി വഴി നടത്തുന്നു. ആ സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.